കൽക്കി 2898 AD FDFS കാണാൻ പോകുന്നവരുടെ കമോൺ. കാരണം ഒരു സന്തോഷ വാർത്തയുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. യെസ് ഗൈസ്, ഇറ്റ്സ് ഹാപ്പനിങ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെയുള്ളൊരു സംഭവം നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്ന, ഭയങ്കരമായിട്ട് ചിന്തിച്ചിരുന്ന, ഇതിങ്ങനെ സംഭവിക്കുമോ, ഇയാൾ വരുമോ എന്ന് ചോദിച്ചേക്കുന്ന ഒരു ചോദ്യത്തിന് 99% ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കൽക്കി എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ സിനിമ ഞാൻ കാണാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു സ്റ്റാറിൻ്റെ പടം ആയതുകൊണ്ട് മാത്രമല്ല, പ്രഭാസ് എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റാറിൻ്റെ വേറൊരു പടമാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുമെന്നുള്ളൊരു കാര്യം പോലും സംശയമാണ്. കാരണം അറിയാം, ലാസ്റ്റ് വന്നിരിക്കുന്ന പല സിനിമകളും ഇദ്ദേഹത്തിൻ്റെ കൈവിട്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം. സലാർ എന്ന് പറയുന്ന സിനിമ ഓൾറെഡി 200 crores നേടാനായിട്ട് പോവാണ്. 200 കോടി, ഏത് സിനിമ റിലീസാവുന്നതിന് മുമ്പേ തന്നെ 200 കോടിയാണ് നേടാനായിട്ട് പോകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചേക്കുന്ന ആ ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോവാണ്. എന്താണ് ആ സംഭവം എന്നായിരിക്കും നിങ്ങൾ ചോദിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മലയാളം ആക്ടറായിട്ടുള്ള ദുൽഖർ സൽമാൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ ഡീകോഡിങ് ചെയ്യുന്ന സമയത്ത് പോലും ചില ഐഡിയകൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് പറയുന്ന സമയത്ത് പോലും ഒരു കൺഫർമേഷൻ ആക്ച്വലി നമുക്ക് കിട്ടിയിരുന്നില്ല. പക്ഷേ ഇന്ന് അവരറിഞ്ഞിട്ട് പറഞ്ഞാണോ അത് അറിയാതെ പറഞ്ഞാണോ എന്നുള്ളൊരു കാര്യം അറിയില്ല. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫാക്ട്, ദുൽഖർ എന്ന് പറയുന്ന ഫാക്ടറി സിനിമയ്ക്കകത്ത് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. Graciously part of Kalki. Thanks to Vijay, thanks to Dulquer, like really thanks a lot. You made a film bigger. Yeah. So many people, yeah, definitely. And പ്രഭാസിന്റെ വോയിസ് ആണ് ഈ കേട്ടത്. പ്രഭാസ് താങ്ക്സ് പറയുന്ന ദുൽഖറിനാണ്. ഓൾറെഡി നമുക്കറിയാം, വേഫെയർ ഫിലിംസിന് ആണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ വന്നിരുന്നത്. ദുൽഖർ തന്നെയാണ് കേരളത്തിൽ ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഹൈദരാബാദിൽ ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റേഴ്സ്, കൽക്കി സിനിമയുടെ പോസ്റ്റേഴ്സിൽ വെച്ചേക്കുന്ന സമയത്ത് അതിനകത്ത് ദുൽഖറിൻ്റെ കൂടി പോസ്റ്റർ കാണാനായിട്ട് സാധിച്ചായിരുന്നു. അന്നേ തന്നെ ചെറിയൊരു ഗസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു, ദുൽഖർ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവുമോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ ഒരു വീഡിയോ, ഈ ഒരു ലൈവ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നാഗശ്വിൻ വിത്ത് നമ്മുടെ പ്രഭാസിൻ്റെ ഒരു ലൈവ് വീഡിയോ വന്നിരിക്കുന്ന സമയത്താണ് കറക്റ്റായിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. സോ വിച്ച് മീൻസ് ദുൽഖർ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എനിവേസ്, ദുൽഖർ ഉണ്ടായില്ലെങ്കിലും ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് പേഴ്സണലി ഞാൻ എന്തുകൊണ്ടാണ് ഈ സിനിമ കാണാൻ പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു ഗ്രാൻഡിയർ തന്നെയാണ്. അതായത് സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ലോകം, ആ ഒരു വേൾഡ് ബിൽഡിംഗ്, ഇത്രയും വലിയ ക്യാൻവാസിൽ വന്നേക്കുന്ന, ഇത്രയധികം ബഡ്ജറ്റ് മുടക്കിയേക്കുന്ന, ഇതുവരെ കണ്ടേക്കുന്ന എല്ലാ ഔട്ട്പുട്ടുകളും നീറ്റാന്ന് തോന്നിപ്പിച്ചേക്കുന്ന, അതും എടുത്ത് പറയണം. കാരണം നമ്മൾ പല സിനിമകളുടെ ഇപ്പോൾ ആദിപുരുഷ് പോലുള്ള സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെയിലർ കണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പോയി കൊച്ചി ടി.വിയുടെ ട്രോളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് ആർക്കും മറക്കാനായിട്ട് പറ്റില്ല. സോ അത്രയും ബാഡ് ഇംപ്രഷൻ ആയിരുന്നു ആ സിനിമകൾക്കൊക്കെ എന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് എല്ലാം ഒരു നല്ലൊരു ഇംപ്രഷൻ തന്നെയാണ്. കാരണം ഇതുവരെ വന്നിരിക്കുന്ന എല്ലാ ട്രെയിലർ ആയിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാത്തിനും ഒരു ക്വാളിറ്റി ഉണ്ട്. സോ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ഹിസ്റ്ററി വിത്ത് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ബ്ലെൻഡ് തന്നെയാണ് ഞാൻ ഈ സിനിമയിൽ കാണാനായിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു വലിയൊരു ഗ്രാൻഡിയർ, ആ ഒരു വലിയ സ്കെയിൽ ഓഫ് സിനിമ കാണാനായിട്ടാണ് ഞാൻ പേഴ്സണലി ഈ സിനിമ കാണാണ്ട് പോകുന്നത്. കൽക്കി സിനിമയുടെ ഫസ്റ്റ് ട്രെയിലറിന്റെ ഡീകോഡിങ്ങിന് ശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, കൽക്കി സിനിമയുടെ ഒരു സെക്കൻഡ് ട്രെയിലർ വരുന്നുണ്ട്. ആൻഡ് ആ ട്രെയിലർ കൂടി നമ്മൾ ഡീകോഡ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇന്നലെ ആക്ച്വലി സമയത്തിൻ്റെ കുറവുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടുന്നത്. ഓൾറെഡി വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ച് തന്നെയായിരുന്നു. സോ നമുക്ക് എന്തായാലും ആ ഡീകോഡിങ് എന്താണെന്നൊരു കാര്യം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കൽക്കി എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അതുകൊണ്ട് തന്നെ ഞാൻ ട്രെയിലർ വീണ്ടും ഇവിടെ വെച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിയാക്ട് ചെയ്യാനായിട്ട് നിൽക്കണില്ല. ഈ ട്രെയിലർ കണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, കൽക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അവതാരമാണ്. വിഷ്ണുവിൻ്റെ 10ാമത്തെ വരാനിരിക്കുന്ന ഒരു അവതാരമാണെന്നുള്ളൊരു കാര്യം നമ്മൾ മുമ്പേ തന്നെ പറഞ്ഞിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഷോട്ടിനകത്ത് നമുക്ക് കാണേണ്ടി വരുന്നത് ലിറ്ററലി ഒരു വേൾഡാണ്, ഒരു പുതിയൊരു ലോകമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം 750 വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ലോകത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിൽക്കുന്നത് വലിയൊരു മരമാണ്. ഈ മരത്തുമ്മ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇലകളോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. അങ്ങനെയായിട്ട് നിൽക്കുന്നൊരു മരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു രീതിക്കുള്ളൊരു ഗ്രീനറിയോ മറ്റൊന്നും ഇല്ലാത്ത വളരെയധികം ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഒരു ലാൻഡിലാണ് ഈ ഒരു കഥ നടക്കുന്നതെന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ തന്നെ മനസ്സിലാക്കേണ്ടി വരുന്നുണ്ട്. ഇവിടെ അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വതമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ കൽക്കി എന്ന് പറയുന്ന അവതാരത്തിനെ, ഈ വൂമ്പിൽ നിൽക്കുന്ന, വൂമ്പ് എന്ന് പറയുന്നത് നമ്മളുടെ ദീപിക പതുക്കൊണ്ട് വയറ്റിലുള്ള ആ ഒരു കുട്ടിയെ, വരാനിരിക്കുന്ന കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരത്തിനെ രക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ഒരു അവതാരമായിട്ടാണ് അശ്വതമ്മയുടെ അമിതാഭ് ബച്ചൻ്റെ ഒരു ക്യാരക്ടറിനെ കാണാനായിട്ട് സാധിക്കുന്നത്. അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു രീതി നമ്മൾ നോക്കുന്ന സമയത്ത് അമിതാഭ് ബച്ചൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ലോകത്ത് ജീവിച്ചേക്കുന്ന ഒരാളാണ്. അതായത് ഇന്നോ ഇന്നലെ വന്നേക്കുന്ന ഒരാളല്ല, നീണ്ട 6000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ലോകത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് ഈ അശ്വതമ്മയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സൂപ്പർ പവേഴ്സ് കയ്യിലുള്ള ഒരാൾ കൂടിയാണ് ശരിക്കും അശ്വതമ്മയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ സാധാരണ നമ്മൾ കണ്ടുവന്നേക്കുന്ന ഒരു സൂപ്പർ പവർ സിനിമകൾ കാണുന്നേക്കാളും എന്താണ് ഈ സിനിമയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇതിനകത്ത് വരുന്ന എക്സ് ഫാക്ടറായിട്ട് വരുന്ന നമ്മളുടെ പ്രഭാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. കാരണം ഒരു സൈഡിൽ അശ്വതമ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ സൂപ്പർ പവേഴ്സുകൾ യൂസ് ചെയ്യുന്ന സമയത്ത്
സൂപ്പർ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രഭാസിൻ്റെ ക്യാരക്ടർ ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം അയൺമാൻ ഇൻസ്പയർ ചെയ്തുകൊണ്ടുള്ള സീനുകൾ എന്ന് പറയപ്പെടുന്ന ചില സീനുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, സ്യൂട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു 750 വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ സംഭവിച്ചുകൂടാകില്ലാത്തൊരു കാര്യം തന്നെയാണ്, ഇതൊക്കെ നേരിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ദ റിവോൾട്ട് ഈസ് ബിറ്റ്വീൻ 2 ജനറേഷൻസ്. വർഷങ്ങൾക്ക് മുമ്പ് നിൽക്കുന്ന ഒരാൾ തമ്മിലും വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരാൾ തമ്മിലുള്ള രണ്ടുപേരുടെ ഒരു യുദ്ധമാണ് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുക. ഒരാൾ യുദ്ധം ചെയ്യുന്നത് ബോണ്ടിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ, ബോണ്ടി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാശ് പോലെ, നമുക്ക് എന്താ പറയുക, കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറയില്ല, പച്ച മലയാളത്തിൽ അങ്ങനെ പറയാം, വളരെ സിമ്പിളായിട്ട് അങ്ങനെ പറയാം. അതായത് ഇന്ന ആളെ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റേ ആളെ തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ പിടിച്ചുകൊണ്ട് വരുന്ന ആൾക്ക് ഇത്രയും ബൗണ്ടി അല്ലെങ്കിൽ ഇത്രയും റിവാർഡ് കൊടുക്കുന്ന ഒരു സംഭവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റൊരു സൈഡിൽ അശ്വത്ഥമ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ബൗണ്ടി അല്ല, അദ്ദേഹത്തിൻ്റെ ബൗണ്ടി എന്ന് പറയുന്നത് ബേസിക്കലി അയാളുടെ ഉത്തരവാദിത്തമാണ്, അയാളുടെ ഡ്യൂട്ടിയാണ്. ഈ ഒരു ക്യാരക്ടറിനെ, അതായത് കൽക്കി എന്ന് പറയുന്ന ഈ ഒരു അവതാരം വരുന്നത് വരെ അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ ടെക്നോളജി വേഴ്സസ് ഒരു സൂപ്പർ പവേഴ്സിൻ്റെ ഒരു ബ്ലെൻഡാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്താണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന കമൽ സാറിൻ്റെ ഒരു എൻട്രി ആയിരുന്നു. കമൽ സാറിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഹീസ് എ അൾട്ടിമേറ്റ് സൂപ്പർ വില്ലൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രഭാസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു വില്ലൻ ആണെങ്കിൽ പോലും ഹീസ് നോട്ട് ആക്ച്വലി വില്ലൻ. ഈ സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് പ്രഭാസിൻ്റെ ക്യാരക്ടർ നേരെ തിരിയാനായിട്ട് ചാൻസ് ഉണ്ട്, പുള്ളി നല്ലവനാവാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഒരിക്കലും നല്ലവനാവാത്ത വളരെയധികം ക്രൂരനായിട്ടുള്ളൊരു വില്ലനാവാനായിട്ട് ചാൻസ് ഉള്ള ഒരാളാണ് ശരിക്കും ഈ കമൽ സാറിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. പുള്ളി വരുന്ന സമയത്തും പുള്ളിയുടെ ആ രൂപം മറ്റും കാണുന്ന സമയത്ത് ഒരു മനുഷ്യനായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പുള്ളി പറയുന്നൊരു ഡയലോഗ് പറയുന്ന സമയത്തും പുള്ളി പറയുന്നുണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മനുഷ്യനൊരു മാറ്റമില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ പുള്ളി ആക്ച്വലി ഒരു മനുഷ്യനാവാനായിട്ടുള്ള ചാൻസ് വളരെ ചാൻസ് കുറവാണ്. ഈ പറഞ്ഞേക്കുന്ന പോലെ അമിതാഭ് ബച്ചൻ്റെ കാര്യം പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒരു സൂപ്പർ വില്ലനായിട്ട് വരുന്ന മനുഷ്യനല്ലാത്ത ഒരു ക്യാരക്ടറായിരിക്കും, ഒരു വില്ലൻ കഥാപാത്രമായിരിക്കും കമൽ സാറിൻ്റെ ഒരു വില്ലൻ ക്യാരക്ടർ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിവേസ് ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ്, അതായത് ഒരു നാട്ടിൽ ട്രാപ്പ് ചെയ്ത് പെട്ട് കിടക്കുന്ന ആൾക്കാരുടെ രംഗങ്ങളും മറ്റൊക്കെ കാണുന്ന സമയത്ത് പോലും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് 2 കാലഘട്ടത്തിൻ്റെ ഒരു കഥയാണ് ഇതിനകത്ത് പറയാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന വീഡിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് വിഷ്ണുവിൻ്റെ പല അവതാരങ്ങളുടെ റെഫറൻസുകൾ ഈ ഒരു ഷോർട്ടിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കലിയുഗ എന്ന് പറയുന്ന ഒരു യുഗത്തിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതായിട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വരുന്ന ഒരു കഥാപാത്രമാണ്, പുതിയൊരു എന്താ പറയുക, എല്ലാ നന്മകളും തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ പറയുന്ന കൽക്കിയുടെ അവതാരം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. എനിവേ സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റൂ. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് എന്തൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാശല്ല ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സാധനം നമ്മളെ കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള സാധനം അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ സിനിമയുടെ അടുത്തൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഒരു ദിവസം പോലും ബാക്കിയില്ല സിനിമ റിലീസ് ആവാനായിട്ട് പോവാണ്. സോ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. സോ നിങ്ങൾ ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം, സിനിമ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോ ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ നാളെ വരാൻ പോകുന്ന ഈ സിനിമയുടെ റിവ്യൂ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൾസി വാസ് സൈനിങ് ഔട്ട്. ബൈ.